ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നീ ഇന്ന് കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങൾക്കും പുറകിലും കർത്താവ് ചിലത് പഠിപ്പിക്കും. നിന്നെ കർത്താവ് അനുഗ്രഹിക്കും. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നെ കേൾക്കുന്നവരെ, നിന്റെ ജീവിതത്തിലെ അപമാനവും സങ്കടവും വിഷമവും കണ്ണുനീരും ആർക്കും എന്നെ മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള സങ്കടം എല്ലാത്തിന്റെ ഒത്ത നടുവിൽ നീ വിശ്വസിച്ചോണം, പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിന്നെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഡൽഹി ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരു 7-8 നേഴ്സുമാരെയും കൊണ്ട് ഒരു ഏജന്റ് അവിടെ ഡൽഹിയിൽ വരികയും വിദേശത്തേക്ക് കൊണ്ടുപോകാൻ നേഴ്സാണ് എല്ലാം റെഡി. എന്നാൽ രാത്രിയിൽ ഈ ഏജന്റ് മുങ്ങി, മലയാളിയാ, മുങ്ങി 10-20 ലക്ഷം രൂപയും ഓരോ നേഴ്സുമാരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ആ ഏജന്റ് മുങ്ങി. ഈ പെങ്കൊച്ചുങ്ങൾ എങ്ങോട്ട് പോകാനാ, കരച്ചിലും വിഷമവും. അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഏകദേശം എല്ലാവരും പോയി. ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഒരു ഹോട്ടൽ മുറിയിൽ വിഷമിച്ചിരിക്കുക. എന്നാ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ. അവിടെ അടുത്തുള്ളൊരു മലയാളി സുഹൃത്താണ് കണ്ടെത്തിയത്. എന്നിട്ട് ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണം, തിരിച്ച് വീട്ടിൽ പോകാൻ പാടില്ല, വിഷമത്തിലാണ്. ചോദിച്ചു വന്നപ്പോൾ പറഞ്ഞ് പെങ്കൊച്ച്, അച്ചോ എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല അച്ഛാ, കാരണം വീട് ബാങ്കിൽ കൊടുത്തിട്ടാണ്, അതിൻ്റെ അവിടുന്ന് ലോൺ എടുത്തിട്ടാണ് ഞാൻ വിദേശത്ത് പോകാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച്. ഇനി ഞാൻ എങ്ങോട്ട് പോകും? എൻ്റെ വീട്ടിൽ സങ്കട ഭാരമാണ്, എൻ്റെ വീട്ടുകാരോട് പറഞ്ഞ് സഹിക്കാൻ പറ്റത്തില്ല, ഇനി എനിക്ക് ആരുണ്ട്? ഞാൻ ആ പെങ്കൊച്ചനോട് പറഞ്ഞ്, വിഷമിക്കേണ്ട, നീ ഒരു കാര്യം ചെയ്യ്, നീ ധ്യാന മന്ദിരത്തിൽ നിന്നോ, ദൈവം ഒരു വഴി തുറക്കും. അവൾ എന്നോട് ചോദിച്ചു, ഇവിടെ നിന്നിട്ട് ഞാൻ എന്നാ ചെയ്യാനാ? ഞാൻ പറഞ്ഞു, ബൈബിളുണ്ടോ? ഉണ്ടച്ചാ, ഒരു കൊച്ചു ബൈബിളുണ്ട്. ഞാൻ പറഞ്ഞു, അത് മാറ്റി വെച്ചിട്ടൊരു സമ്പൂർണ്ണ ബൈബിൾ എടുത്ത് കയ്യിൽ കൊടുത്തു, നോട്ട് ബുക്കും പേനായും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോളെ ഇവിടെ നിത്യാരാധന ചാപ്പലിരുന്നുകൊണ്ട് നീ പ്രാർത്ഥിക്കും, താമസവും ഭക്ഷണവും ഒക്കെ നിനക്കിവിടെയുണ്ട്, നീ നന്നായിട്ടിരുന്ന് പ്രാർത്ഥിച്ചോ, നിന്റെ കണ്ണുനീരിനൊരു കർത്താവ് ഒരു ഉത്തരം നൽകും. ഏകദേശം ഒരു 5 മാസത്തോളം ആ പെൺകുട്ടി നിത്യാരാധന ചാപ്പലിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കണ്ണുനീരും വിഷമവും ഒക്കെ അവിടെ കൊടുത്തു. അതിനിടയ്ക്ക് വചനമൊക്കെ പഠിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ആ ധ്യാന മന്ദിരത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നൊരു മനുഷ്യൻ. അദ്ദേഹം വിദേശത്തേക്ക് നഴ്സുമാരെയൊക്കെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരാളാണ്. അയാളോട് ഈ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞു. 5 നയ പൈസ പോലും വാങ്ങാതെ ആ പെൺകുട്ടിയെ ഗൾഫിലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ഗവൺമെന്റിന്റെ തന്നെ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ആ മനുഷ്യനിലൂടെ അവിടെ ഈ പെൺകുട്ടി എത്തിച്ചു. ഹല്ലേലൂയാ. സാമ്പത്തികമായി അനുഗ്രഹം ആ കുടുംബത്തിന് കർത്താവ് ചൊരിഞ്ഞു. ഹല്ലേലൂയാ. ഗൾഫിൽ ഒരു ധ്യാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഗൾഫിൽ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ, കുറച്ച് വർഷങ്ങളായി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ വികാരിച്ചൻ പറഞ്ഞു, അച്ഛാ ഇവിടുന്ന് കുറച്ച് ദൂരെ മാറി ഒരു ക്യാമ്പുണ്ട്, നമ്മുടെ മലയാളികളൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം. 100-300ഓളം വരുന്ന നമ്മുടെ സഹോദരങ്ങൾ അവിടെ എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട്, അവിടെ നമുക്കൊരു പരിശുദ്ധ കുർബാനയൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. ഞാൻ പറഞ്ഞു, പോകാം അച്ഛാ. ഞാനവിടെ ചെല്ലുമ്പോൾ 300ഓളം പേര് വരുന്ന ഒരു ക്യാമ്പിൽ ഇരുന്നു കൊണ്ട് ദൈവശക്തം അഭിഷേകമായിട്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു പെൺകുട്ടി സ്റ്റേജിൽ നിന്നുകൊണ്ട് കത്തിക്കയറി പ്രസംഗം പറയുന്നു. ഓ എന്നാ പ്രസംഗം! ഞാൻ ഈ സ്വരം കേട്ടപ്പോൾ, ദൈവമേ ഇതിന് എവിടെയോ കേട്ട പരിചയമുണ്ടല്ലോ. സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തിറങ്ങി സങ്കീർത്തനത്തിലൂടെ വന്നപ്പോൾ ഈ പെണ്ണിന്റെ മുഖത്തോട്ട് നോക്കി ചോദിച്ചു, അച്ഛാ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ നിന്റെ കണ്ണുനീര് ഞാൻ ഇന്നോളം മറന്നിട്ടില്ല. നീ എങ്ങനെ ഇവിടെ? ആരാന്നറിയോ? ധ്യാന മന്ദിരത്തിൽ 5 മാസക്കാലം നിത്യാരാധന ചാപ്പലിന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞ പെണ്ണ്, ട്രാവൽ ഏജന്റിനാൽ പറ്റിക്കപ്പെട്ട പെണ്ണ്, സകലത് നഷ്ടപ്പെട്ട പെണ്ണ്. ദേ ഗൾഫിലെ ഒരു മരുഭൂമിയിൽ മലയാളികളുടെ മുമ്പിൽ നിന്ന് വചനം പറയുന്നു. ഞാൻ ചോദിച്ചു, എൻ്റെ കൊച്ച നീ ഇതെങ്ങനെ ഇവിടെ എങ്ങനെ? അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ അന്ന് എന്നെ ആ ഏജന്റ് കയറ്റി വിട്ടില്ലേ, ഞാൻ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് അച്ഛാ, നല്ല ശമ്പളം, നല്ല ജീവിതം, കർത്താവ് അനുഗ്രഹിച്ചച്ഛാ. ഞാൻ ചോദിച്ചു, ഇതും തമ്മിൽ എന്നാ ബന്ധം? അച്ഛോ എനിക്ക് അവധി ദിവസങ്ങൾ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ വചന ശുശ്രൂഷയിലാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചു, എടി നീ എങ്ങനെ വചനം പഠിച്ചു? നീ എങ്ങനെ പ്രസംഗിക്കുന്നേ? നിനക്ക് എവിടെ ട്രെയിനിങ് കിട്ടിയേ? അച്ഛോ 5 മാസം അച്ഛൻ്റെ ധ്യാന മന്ദിരത്തിൽ ആ നിത്യാരാധന ചാപ്പൽ ഇരുന്നില്ലേ, ഞാനൊരു നോട്ട് ബുക്കിൽ ഇരുന്ന് വചനം എഴുതി കുടിച്ചില്ലേ? എന്നിട്ട് അവളെ കയ്യിരിക്കുന്ന നോട്ട് ബുക്ക് പൊക്കിയിട്ട് പറഞ്ഞു, അന്ന് അച്ഛൻ തന്ന നോട്ട് ബുക്കാ, എൻ്റെ കണ്ണുനീരിൻ്റെ നോട്ട് ബുക്കാ അച്ഛാ. ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ ജീവിതമാണ്, ഞാൻ കണ്ണുനീര് കുടിച്ച അനുഭവത്തെക്കുറിച്ചാണ് ദൈവജനത്തെ പഠിപ്പിക്കുന്നത്. ഇന്നെൻ്റെ ഈ വചനമാണ് എൻ്റെ ശക്തി. ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് ചില കണ്ണുനീരുണ്ടായത്, കഷ്ടതകൾ ഉണ്ടായത്, നീ കടന്നുപോയ അനുഭവങ്ങൾ നിനക്ക് ഗുണകരമായെന്ന്. Every disappointment, it is his appointment.
എന്നെ കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഈ പരിശുദ്ധ അൾത്താറിൽ നിന്ന് ഒരു ദൂത് പോലെ പറയാം. നീ ഇന്ന് കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങൾക്കും പിന്നിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും. ജെറമിയ 29:11 ഏതാ വചനം പറഞ്ഞേ? ജെറമിയ 29:11 കാണാതെ പഠിക്കേണ്ട വചനം. ജീവിതത്തിൽ എന്നും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയേണ്ട വചനം. ഏതാ വചനം? ജെറമിയ 29:11 പറഞ്ഞേ. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പഠിച്ചോണം. നിന്റെ ദൈവം നിന്നോട് പറയുന്നു, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭകരമായ ഭാവി. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നേ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും വിഷയത്തിൽ നിരാശപ്പെട്ട്, അയ്യോ അച്ഛാ പരീക്ഷ 3 പ്രാവശ്യം എഴുതി തോറ്റുപോയി, ഇനി ഞാൻ എന്നാ ചെയ്യും? നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു. നീ വിചാരിച്ച പോലെ പല കാര്യങ്ങളും നടന്നില്ല, വല്ലാത്ത വിഷമമുണ്ടല്ലോ, അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പരിങ്ങിയിരിക്കുമല്ലോ. ആ വിഷയം കർത്താവ് അത് ക്രമീകരിക്കുവാണെന്ന്. നിന്നെ വെറുതെ റോട്ടിലോട്ട് അനാഥമാക്കി വിടുന്നൊരു ദൈവമല്ല, അല്ലെന്ന് നീ വിശ്വസിച്ചോണം. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി പറഞ്ഞ ശക്തി എവിടുന്നുള്ളത്? ഉന്നതത്തിൽ നിന്ന് ശക്തി, പവർ ഫ്രം അബവ്. അതാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയാ. അപ്പസ്തോല പ്രവർത്തനം 1:8 ഇത് തന്നെ പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവിനാൽ. ഹല്ലേലൂയാ. ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്നതാ വേണ്ടേ? ശക്തി. നീ 1995 ജീവിച്ചതുപോലെ അല്ല ഇന്നത്തെ ജീവിതം. ഇത് 2025. നിന്റെ മക്കളെ നേരിടാൻ നിനക്ക് എന്ത് വേണം? ശക്തി വേണം. ഈ കാലഘട്ടത്തെ ഒരു കാര്യം മനസ്സിലാക്കാൻ ശക്തി വേണം. നമുക്കില്ലാത്തത് എന്നതാ? ഈ ശക്തി. നിങ്ങൾ ചിന്തിച്ച നിങ്ങളുടെ മക്കളോട് ഭാഷ സംസാരിക്കുമ്പോൾ അവർക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ട്? ഇന്നത്തെ അവരുടെ ന്യൂജൻ വാക്കുകൾ എന്താ? അപ്പൻ ഉപദേശം തുടങ്ങുമ്പോൾ മകൻ പറയും, ഓ തന്ത വൈബ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ തെറി പറഞ്ഞതല്ല, തന്ത വൈബ് 2024 മലയാളത്തിൽ പറഞ്ഞ പേരാണ്. അമ്മ ഉപദേശം തുടങ്ങുമ്പോൾ മക്കൾ പറയും തള്ള വൈബ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂജൻ. അവരുടെ ഭാഷകളൊന്നും നിങ്ങളുടെ ഭാഷയല്ല, നിങ്ങൾ വളർന്ന പശ്ചാത്തലമേ അല്ല. കാലം മാറി. നിനക്ക് ഇന്ന് ജീവിക്കണോ? ഇന്ന് ജീവിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം വേണം, ശക്തി വേണം. അത് പരിശുദ്ധാത്മാവേ നൽകുകയുള്ളൂ. അല്ല നമ്മൾ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, മറിച്ച് ഈ കാലഘട്ടത്തെ നേരിടണമെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതാ വചനം പഠിപ്പിക്കുന്നത്. ഈ ശക്തി ബൈബിളിൽ 2 മേഖലയിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വചനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയൊന്ന് പറഞ്ഞ് വായിച്ചേ, ഒന്ന് കേൾക്കട്ടെ. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇതാണ് ഫലങ്ങൾ. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത് ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന. ഫ്രൂട്ട്സ് അല്ല, ഫ്രൂട്ട് ഒറ്റയാ എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന് പറയുന്ന ഒറ്റ ഒരു ഫലമായിട്ടാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അതൊരു വശത്ത്. കൂടെ വേണ്ടത് ഗിഫ്റ്റ് ആൻഡ് കാരിസംസ്, വരങ്ങളും ദാനങ്ങളും. നമ്മൾ ഈ ശക്തിയെ മനസ്സിലാക്കുമ്പോൾ ഒരു നദി ഇങ്ങോട്ട് ഒഴുകി വന്നിട്ട് 2ആയിട്ട് പിരിഞ്ഞൊഴുകുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കണം. ഒരു വശത്ത് ഫലങ്ങൾ, മറ്റൊരു വശത്ത് എന്താ? വരങ്ങളും ദാനങ്ങളും. ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കേണ്ട 3-ാമത്തെ പേരാണ് സഹായകൻ, ഹെൽപ്പർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്, കൗൺസിലർ, ആശ്വാസദായകൻ, സഹായകൻ. ഇതെല്ലാം ഒറ്റ പേരിൽ മനസ്സിലാക്കിക്കോണം. സഹായിക്കും, നിന്നെ സഹായിക്കുമെന്ന് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. പറഞ്ഞു കൊടുത്തേ. ഹല്ലേലൂയ. നിന്റെ ഏത് ആവശ്യങ്ങളിലും പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ, ഏത് വിഷയമായിക്കൊള്ളട്ടെ, ആര് സഹായിക്കും? പരിശുദ്ധാത്മാവ് സഹായിക്കും. അഡ്വക്കേറ്റ് ആണെന്ന്. അഡ്വക്കേറ്റ് നിനക്ക് വേണ്ടി വക്കീലാണെന്ന്. കോടതി മുറിയിൽ നീ നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി വാദിക്കുന്ന വക്കീല്. നീ ചിലപ്പോൾ ചിന്തിക്കും, എന്നെ മനസ്സിലാക്കുന്ന ആരും ഇല്ലല്ലോ, എനിക്ക് വേണ്ടി വാദിക്കാൻ ആരും ഇല്ലല്ലോ. ഉണ്ടെന്ന്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, ഹീസ് യുവർ അഡ്വക്കേറ്റ്. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാദിക്കും. നിന്റെ സിറ്റുവേഷൻ എന്തുവായിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആശ്വാസം നൽകുമെന്നാ പറയണേ.
നിന്നെ കംഫർട്ട്, ആശ്വാസം നൽകി നിന്നെ ശരിയാക്കും, ക്രമീകരിക്കും, വിശുദ്ധീകരിക്കും. ഹല്ലേലൂയ. 3 പേര് പഠിച്ചു. ഒന്നാമത്തെ പേര് സത്യാത്മാവ്, രണ്ടാമത്തെ പേര് ഉന്നതത്തിലുള്ള ശക്തി, മൂന്നാമത്തെ പേര് സഹായകൻ. ഈ 3 പേരും പഠിക്കുന്നതിനെന്നറിയോ? ഈ 3 പേരും ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാകും. അപ്പോൾ പരിശുദ്ധാത്മാവിനൊരു സ്നേഹം ഉണ്ടാവും. ഈശോ പറയാണ്, ഈ 3 പേരും നിന്റെ ജീവിതത്തിൽ ഈ പേരുകളല്ല, മറിച്ച് സ്വഭാവങ്ങളായിട്ട് മാറാൻ നീ എപ്പോഴും പരിശുദ്ധാത്മാവിനോടൊരു ബന്ധം ഉണ്ടാവണം. ആവർത്തിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ജോൺ ബോൾ 2-ാമൻ മാർപ്പാപ്പ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നൊരു കൊച്ചു പ്രാർത്ഥനയുണ്ടല്ലോ, കം ഹോളി സ്പിരിറ്റ്. അത്രേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക. ഹല്ലേലൂയ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. കണ്ണുകളടച്ച് എല്ലാവരും പ്രാർത്ഥിക്കണം. ഓ കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടണമേ. കർത്താവിൻ്റെ ആത്മാവ് ഈ സമയത്ത് ഞങ്ങൾ പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. കണ്ണുകളടച്ച് എല്ലാവരും ഒന്ന് പാടിക്കേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവജനമെല്ലാം ഒന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് ആരാധിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധ. ആമേൻ, ആമേൻ. ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ആമേൻ. ഞാൻ നിന്നെ അനുസരിക്കും. യെസ്. ഞാൻ നിന്നെ അനുഗമിക്കും. ആമേൻ. ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. കൈയടിച്ച് പാടിക്കേ. ഞാൻ നിന്നെ കൈയടിച്ച്. സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. ആമേൻ. ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ അനുസരിക്കും. ആമേൻ. ഞാൻ നിന്നെ അനുഗമിക്കും. ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഒരിക്കൽ കൂടെ ചേർന്ന് പഠിക്കേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ അനുസരിക്കും. ഞാൻ നിന്നെ അനുഗമിക്കും. ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഞാൻ എന്നും അനുസരിക്കും പരിശുദ്ധാത്മാവെ. കണ്ണുകളടച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ആവർത്തിച്ച് പറയണം. ഭാരപ്പെടുന്ന ഓരോ വിഷയത്തിലും പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുന്നു. അനേക കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അനേകരുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനം നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കുന്നു. അതിശക്തമായ ഒരു പുതിയ അഭിഷേകം നിന്നിലേക്ക് ചൊരിയപ്പെടുന്നു. യെസ്, പരിശുദ്ധാത്മാവ് നിന്നിൽ ഇടപെടുന്നു. കർത്താവേ, ഈ അഭിഷേകത്താൽ ഈ വ്യക്തി നിറയ്ക്കണം. അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണമേ. വരങ്ങളും ദാനങ്ങളും ഈ വ്യക്തിയിൽ നിറയണം. നമ്മുടെ പ്രാർത്ഥനയാണ്. ഓ പരിശുദ്ധാത്മാവേ, ഈ വ്യക്തിയിൽ ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വ്യക്തി ആരും ആയിക്കൊള്ളട്ടെ, ഈ വ്യക്തിയുടെ അവസ്ഥ എന്തും ആയിക്കൊള്ളട്ടെ, അഭിഷേകം ചെയ്യണേ. ആഗ്രഹിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് പാടിക്കേ. അഭിഷേകം ചെയ്യണേ, 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 അഭിഷേകം ചെയ്യണേ. അനന്തകോടി നന്മയെ അഭിഷേകം ചെയ്യണേ, അനന്തകോടി നന്മയെ അഭിഷേകം ചെയ്യണേ, അനന്തകോടി നന്മയെ അഭിഷേകം ചെയ്യണേ, അനന്തകോടി നന്മയെ അഭിഷേകം ചെയ്യണേ. വരദാന സമൃദ്ധിയാൽ അഭിഷേകം ചെയ്യണേ, സംഭവിക്കട്ടെ. വരദാന സമൃദ്ധിയാൽ അഭിഷേകം ചെയ്യണേ. രോഗശാന്തി വരങ്ങളാൽ അഭിഷേകം ചെയ്യണേ, രോഗശാന്തി വരങ്ങളാൽ അഭിഷേകം ചെയ്യണേ. പരിശുദ്ധാത്മ നിറവിനാൽ അഭിഷേകം ചെയ്യണേ, പരിശുദ്ധാത്മ നിറവിനാൽ അഭിഷേകം ചെയ്യണേ. പരമനന്മരൂപനേ അഭിഷേകം
അഭിഷേകം ചെയ്യണേ. പരമനന്മരൂപനെ അഭിഷേകം ചെയ്യണേ. അഭിഷേകം ചെയ്യണേ. അഭിഷേകം ചെയ്യണേ. അഭിഷേകം ചെയ്യണേ. അഭിഷേകം ചെയ്യണേ. ആ വ്യക്തിയുടെ ശിരസിൽ ഇങ്ങനെ കരങ്ങൾ വെച്ചുകൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച കർത്താവിന്റെ ആത്മാവ് അനേകരെ അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടുത്തുന്നു. പുതിയൊരു അഭിഷേകം, പുതിയ ശക്തി അനേകരിലേക്ക് ഒഴുകപ്പെടുന്നു. ഈശോ നിന്നെ തൊടുന്നു, അനുഗ്രഹിക്കുന്നു. ഈശോ നിന്നെ തൊടുന്നു. ഈശോയുടെ കൃപ അനേകരിലേക്ക് ഒഴുകുന്നു. അനേകർക്ക് കർത്താവ് ശുശ്രൂഷ വരം നൽകുന്നു. ശുശ്രൂഷ വരം കർത്താവ് ആ വ്യക്തികളെ അനുഗ്രഹിക്കുന്നു, പേരെടുത്ത് അനുഗ്രഹിക്കുന്നു. അനേകരുടെ ശിരസിന് മുകളിൽ കർത്താവിന്റെ ശക്തമായ പ്രകാശം വെളിപ്പെടുന്നു. വചനം വായിക്കാനും പഠിക്കാനുമുള്ള കൃപയാണ്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് സ്വീകരിച്ചോളൂ. ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, വിവാഹ തടസ്സം മാറ്റി അനുഗ്രഹിക്കുന്നു. ജോലി തടസ്സം കർത്താവ് അനുഗ്രഹിക്കുന്നു. എൻ ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ.